ജീസസ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യെശയ്യായുടെ പുസ്തകം 32-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം. ജലാശയങ്ങൾക്കരികെ വിതയ്ക്കുകയും കാളകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചുവിടുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യം. ജലാശയങ്ങൾക്കരികെ വിതയ്ക്കുകയും കാളകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചുവിടുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യം. ആത്മാവിന്റെ അഭിഷേകത്താൽ പൂരിതമായ ഒരു പൈതലിനെ കുറിച്ചാണ് യെശയ്യാ 32:20 ദൈവമക്കളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് ഒരു വ്യക്തിയെ ഈ ലോകത്തിലെ മറ്റേതൊരു വ്യക്തിയെക്കാളും ഭാഗ്യവാനാക്കി മാറ്റുന്നത്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അത്ഭുത അഭിഷേകത്തെക്കുറിച്ച് നാം ചിന്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കെട്ടുകൾ അഴിക്കുന്ന അഭിഷേകമാണ്. കെട്ടുകൾ അഴിക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 10 മുതലുള്ള തിരുലിഖിതങ്ങൾ യേശുക്രിസ്തു പറഞ്ഞു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും. വലിയ വിടുതലിന്റെ ഒരു അഭിഷേകമാണ് തന്റെ മേലുള്ളതെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, സ്വർഗം നമുക്കായി വാഗ്ദത്തം നൽകിയിരിക്കുന്ന ഉന്നതമായ ആത്മാവിന്റെ അഭിഷേകം, വിടുതൽ നൽകുന്ന അഭിഷേകം എത്രേ. ഇതാ ഒരു ദൈവ പൈതൽ ഈ വിടുതലിന്റെ അഭിഷേകത്തെ പ്രാപിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലുണ്ടായ അത്ഭുത വിടുതലിനെ കുറിച്ച് ഒരു കത്തിലൂടെ എഴുതി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും സജീവൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തിലുള്ള അത്ഭുത വിടുതലിനെ കുറിച്ച് ഈ കത്തിലൂടെ സാക്ഷ്യപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2006 ജൂലൈ 23 ആരംഭിച്ച ധ്യാനത്തിൽ ഞങ്ങൾ കൂടി പ്രാപിച്ച അത്ഭുത അഭിഷേകത്താൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായ പൈശാചിക ബന്ധനങ്ങളുടെയും മറ്റനേക രോഗബന്ധനങ്ങളുടെയും അത്ഭുത വിടുതലിനെ കുറിച്ചാണ് ഇപ്പോൾ നിങ്ങളോട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. 98 വയസ്സുള്ള ഞങ്ങളുടെ വല്യമ്മച്ചിക്ക് 40 വർഷത്തോളമായി ഉണ്ടായിരുന്ന രക്തദൂഷ്യം മൂലം കാല് ചൊറിഞ്ഞു പൊട്ടി വ്രണമാകുന്ന അസുഖം, ഏതാണ്ട് 3 വർഷമായി രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന കഠിനമായ ചുമയും മറ്റ് അലർജി അസ്വസ്ഥതകളും. അത്ഭുത അഭിഷേകം പ്രാപിച്ച് ഞങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ ആ വല്യമ്മച്ചിയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയി ഇന്ന് അത്ഭുത സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു മരുന്നും കഴിക്കുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ അയപക്കത്തുള്ള 58 വയസ്സുള്ള ഒരു സ്ത്രീക്ക് ജന്മന രക്തതകരാറ് മൂലം ഉണ്ടായിരുന്ന ചൊറിഞ്ഞു പൊട്ടുന്ന അസ്വസ്ഥത, സജീവൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന വെഞ്ചരിച്ചുള്ള എണ്ണ ഉപയോഗിച്ച് പരിശുദ്ധാത്മ അഭിഷേകത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുത വിടുതൽ ലഭിച്ച് ആ ഭവനത്തിൽ ഇന്ന് ആഹ്ലാദം തിരതല്ലുന്നു. എന്റെ ചേച്ചിയുടെ 5 വയസ്സായ കുട്ടിക്ക് കണ്ണുവേദന, വിട്ടുമാറാത്ത ചുമ, ജലദോഷം, ടോൺസിലൈറ്റിസിന്റെ അസ്വസ്ഥത, സൈനോസൈറ്റിസ്, മൈഗ്രെയിൻ എന്നീ അസുഖങ്ങളാൽ ഒരുപാട് വേദന സഹിച്ച് ഒരേ സമയത്ത് ഭാരപ്പെടുകയാണ്. ഇത്രയധികം അസുഖങ്ങൾ ഉള്ളതിനാൽ ഒരുപാട് നാളുകൾ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഞങ്ങളാകട്ടെ അഭിഷേകത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തിയാണ് തിരിച്ചറിഞ്ഞ് സഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ചു പറയുകയും ഗ്രൂപ്പിൽ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ മകൾ അത്ഭുത വിടുതൽ പ്രാപിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഞങ്ങളുടെ കുട്ടിയുടെ അസുഖങ്ങളെല്ലാം വിട്ടുമാറി. 1.5 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ രോഗങ്ങൾ പൂർണ്ണമായി മാറിയെന്ന് സർട്ടിഫൈ ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വിടുതൽ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചപ്പോഴും പരിശുദ്ധാത്മ അഭിഷേകത്തിൽ പ്രാർത്ഥിച്ചപ്പോഴും ഈ കുടുംബത്തിന് ലഭിച്ച കാര്യം റിൻസി വർക്കി, തൊണ്ടിയിൽ ഹൗസ്, ലക്കിടി പിയോ, വൈത്തിരി, വയനാട് എന്ന വ്യക്തി എഴുതി സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാത്മാവിന്റെ അഭിഷേകം അന്ധകാര ബന്ധനങ്ങളെ തകർക്കുന്ന അഭിഷേകമാണ്. മൂഢത, വഷളത്വം, മ്ലേച്ഛ സ്വഭാവം, അശുദ്ധി, ദുർവൃത്തി, അലസത, സുഖലോലുപത, ദ്രവ്യാസക്തി ഇങ്ങനെയുള്ള എല്ലാ അന്ധകാര സ്വഭാവങ്ങളെയും അന്ധകാര ബന്ധനങ്ങളെയും അതുപോലെ മൂഢ സ്വഭാവങ്ങളെയും എല്ലാ അഴുക്ക് സ്വഭാവങ്ങളെയും തകർത്ത് തെളിഞ്ഞ സ്വഭാവം കൊണ്ട് അനുഗ്രഹിക്കുന്ന അഭിഷേകമാണ് പരിശുദ്ധാത്മാഭിഷേകം. ഈ അഭിഷേകം പ്രാപിക്കുന്ന വ്യക്തിയുടെ മേൽ ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ രോഗപീഠകൾ തകർന്നു പോകും. ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ പൈശാചിക പീഠകൾ തകർന്നു പോകും. ഈ അഭിഷേകത്തിന്റെ ശക്തിയാൽ വ്യക്തിപരമായ പേഴ്സണാലിറ്റി ഡിസോർഡർ എല്ലാം മാറി തെളിഞ്ഞ അഭിഷേകത്താൽ തെളിഞ്ഞ സ്വഭാവത്താൽ അവൻ അനുഗ്രഹീതനാവും. അവന് ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശുക്രിസ്തു അപ്പോസ്തലന്മാരോട് വെളിപ്പെടുത്തിയ ഒരു അത്ഭുത വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അപകർഷതയുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് സ്ഥാനമോഹമുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പൂർണ്ണമായും വ്യയം ചെയ്യാൻ പറ്റാത്ത വിധം സ്വാർത്ഥതയുണ്ട്, തന്നിഷ്ടമുണ്ട്, അഹങ്കാരമുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഈ സ്വാർത്ഥത തകരും. പരിശുദ്ധാത്മാവ് എന്ന അഭിഷേകം നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഈ ഭയം വിട്ടുപോകും, ഈ പേടി വിട്ടുപോകും, ഈ സ്ഥാനമോഹം വിട്ടുപോകും, ഈ അഹങ്കാരം വിട്ടുപോകും, ഈ ഭിന്നത വിട്ടുപോകും. നിങ്ങൾ അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കും. ഈ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിന്റെ കൂടെ 3 വർഷക്കാലം നടന്നപ്പോൾ അവരിൽ ഈ തിന്മകൾ അവരുടെ ജീവിതത്തിൽ പല അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നവർ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവർക്ക് മറ്റ് സഹോദരങ്ങളെ കുറിച്ച് അമർഷവും പിറുവിറുപ്പും ഉണ്ടായതായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നിഷ്ടം, സ്വാർത്ഥത, ഏകാധിപത്യ സ്വഭാവം, മത്സരം, ഇങ്ങനെ പലതരത്തിലുള്ള ജഡപ്രകാരമുള്ള ബന്ധനങ്ങൾ അവരെ അലട്ടിയിരുന്നു. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പോൾ അപ്പോസ്തലന്മാർ ശക്തി പ്രാപിച്ചു. അപ്പോൾ അവരുടെ ഭയം വിട്ടുപോയി, അപ്പോൾ അവരുടെ ഭിന്നത വിട്ടുപോയി, അപ്പോൾ അവരുടെ ഉള്ളിൽ കുടികൊണ്ടിരുന്ന സ്വാർത്ഥത വിട്ടുപോയി. അവർ സകലത് മറന്ന് യേശുക്രിസ്തുവിന് വേണ്ടി ബലിയാകുന്നതിൽ അഭിമാനം കൊണ്ട് ഈ ഭൂമിയുടെ മുകളിൽ കൂടെ ഓടി നടന്നു. ഹല്ലേലൂയ! യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഉന്നതമായ വാഗ്ദത്തമാണ് ഈ പരിശുദ്ധാത്മാവ്. ഈ അഭിഷേകത്തെ പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു ദിവസം വലിയൊരു ധ്യാനഗുരുവായ മൈക്കിൾ പനച്ചിക്കൽ അച്ഛന്റെ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി. അച്ഛൻ പറഞ്ഞു, അച്ഛന്റെ വൈദിക ജീവിതത്തിന് ആദ്യ കാലഘട്ടം ബൈബിൾ വായിക്കുമ്പോൾ പ്രത്യേകമായ ഒരു വെളിപ്പെടുത്തലൊന്നും കിട്ടുന്നില്ല, ബലിയർപ്പിക്കുമ്പോൾ പ്രത്യേകമായ അനുഭവം ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ കൊളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി. ധ്യാന ദിവസങ്ങളിൽ ധ്യാനഗുരുവിനെ കണ്ട് അച്ഛൻ ചോദിച്ചു, എനിക്ക് ഈ അഭിഷേകം വേണം, ഞാൻ എന്തു ചെയ്യണം? ആ ധ്യാനഗുരു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് മൈക്കിൾ പനച്ചിക്കൽ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ തുടർച്ചയായി പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് പരിശുദ്ധാത്മാവ് ബോധ്യവും ദാഹവും കൊടുത്തു. അങ്ങനെ ഈ അച്ഛൻ, മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ, എല്ലാ ദിവസവും കുർബാനയ്ക്ക് മുമ്പ് ഏതാനും മണിക്കൂറുകൾ കുർബാനയ്ക്ക് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് 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 പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണ്ട് 10-22 ദിവസങ്ങൾ തുടർച്ചയായി പരിശുദ്ധാത്മ അഭിഷേകത്തിന് പ്രാർത്ഥിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മൈക്കിൾ പനച്ചിക്കൽ അച്ഛൻ വെളിപ്പെടുത്തി ഇങ്ങനെയാണ്: അച്ഛന്റെ മേൽ ഒരു ശക്തി വന്ന് ആവസിച്ചു. അച്ഛന്റെ ശരീരത്തിന്റെ ഭാരം പോയി. അച്ഛന്റെ ശരീരം മുഴുവൻ പ്രത്യേക തരത്തിലുള്ള ഒരു ശക്തിയാൽ വലയം ചെയ്യപ്പെട്ടു. അച്ഛൻ പഞ്ഞി പോലെ ആയതൊരു അനുഭവം അച്ഛൻ ഉണ്ടായി. അച്ഛൻ ഹൃദയത്തിൽ ജ്വലിക്കാൻ തുടങ്ങി. അന്നു മുതൽ ബൈബിൾ വായിക്കുമ്പോൾ പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ, അന്നു മുതൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങൾ, അന്നു മുതൽ ബലിയർപ്പിക്കുമ്പോൾ ദൈവികമായ അനുഭവങ്ങൾ. അച്ഛൻ ആത്മാവിന്റെ അഭിഷേകത്താൽ വലിയ വിടുതലിന്റെയും വ്യത്യാസത്തിന്റെയും മേഖലകളിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ! ഈ അഭിഷേകത്തെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്: ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായും ഈ പരിശുദ്ധാത്മാവിനോട് ദാഹിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കട്ടെ. ഈ അഭിഷേകം വ്യത്യാസം ഉണ്ടാക്കുന്ന അഭിഷേകം അത്രേ. ഹല്ലേലൂയ! ഈ നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഉന്നതമായി ഈ അഭിഷേകത്തെ ഞങ്ങളുടെ മേൽ അയക്കണമേ. 2 കരങ്ങൾ ഉയർത്തി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് ഇപ്പോൾ ദാഹത്തോടും അതീവ തീഷ്ണതയോടും കൂടെ ദൈവത്തെ ആരാധിക്കട്ടെ. അന്ധകാര ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ആത്മാവ് ഇപ്പോൾ ശക്തിയോടെ വ്യാപരിക്കുന്നു. ഹല്ലേലൂയ! 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 എല്ലാ ദൈവമക്കളും ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ. ഇപ്പോൾ അഭിഷേകം പടരുന്ന സമയമാണിത്. മകനെ, മകളെ, നീ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് കണ്ണുകളടച്ച് ആഗ്രഹത്തോടെ ഈ കൂട്ടായ്മയോട് ചേർന്ന്, സജീവൻ ടീമിനോട് ചേർന്ന് ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുക. അഭിഷേക ശക്തി പടരുന്നു. ഹല്ലേലൂയ! 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 അഭിഷേകം വ്യാപിക്കുന്നു, അഭിഷേകം പടരുന്നു, അഭിഷേകം കത്തി പടരുന്നു. അഭിഷേകം അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം,
ദുർബലർ ശക്തി പ്രാപിക്കട്ടെ, ബലഹീനർ ബലം പ്രാപിക്കട്ടെ, രോഗികളുടെ മേൽ അഭിഷേകം ഉണ്ടാകട്ടെ, അന്ധകാരത്തിരിക്കുന്നവരുടെ മേൽ അന്ധകാര ബന്ധനങ്ങളെ തകർക്കുന്ന അഭിഷേകം ഇപ്പോൾ കത്തി പടരട്ടെ, പാപത്തിരിക്കുന്നവരുടെ മേൽ പാപക്കെട്ടുകൾ പൊട്ടിക്കുന്ന അഭിഷേകം ഇപ്പോൾ കത്തി പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദാഹത്തോടെ സ്തുതിക്കുന്നു, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. പവർ, പവർ. അഭിഷേകത്തിന്റെ ശക്തിയാ ഉന്നത എല്ലാ ശക്തിയാൽ കെട്ടുകളും അഴിഞ്ഞു വീഴും. കെട്ടുകൾ അഴിയുന്നു, അഭിഷേകത്തിന്റെ ശക്തിയാ ബന്ധനങ്ങൾ തകരുന്നു, എല്ലാ മുഖവും തകർന്നു പോകും. മുഖങ്ങൾ ഒടിയുന്നു, അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ കോട്ടകൾ തകരുന്നു, കെട്ടുകളും അഴിഞ്ഞു വീഴും. അന്ധകാരങ്ങൾ നീങ്ങുന്നു. അന്ധകാര ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. Glory, glory. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. അന്ധകാര ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. പവർ, പവർ. അഭിഷേകത്തിൻ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം പ്രാർത്ഥിക്കുന്നു, അഭിഷേകം ടീമിനോട് ചേർന്ന് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേക ശക്തി വളരട്ടെ. അഭിഷേകം കർത്താവേ, ഈ നിമിഷങ്ങളിൽ രോഗികളുടെ മേൽ അത്ഭുത അഭിഷേകം പടർന്ന് അത്ഭുത വിടുതലുണ്ടാകട്ടെ. മാറായ രോഗങ്ങൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. തീരാവ്യാധികൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഭയങ്ങളും ആകുലതകളും ടെൻഷനും നിരാശയും ആത്മഹത്യ ചിന്തകളും അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പൊട്ടി തകർന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കൊടുങ്കാറ്റടിക്കും പോലെ പവർ, പവർ. പകർച്ചയിൽ ശക്തി പെരുകും. അത്ഭുത ശക്തി അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. കൊടുങ്കാറ്റടിക്കും പോലെ ആദിമസഭയെ ഉണർത്തിയ അത്ഭുത അഭിഷേകം, ശക്തി പെരുകും. പ്രവാചകന്മാരെ ഉണർത്തിയ അഭിഷേകം, ജ്വാല പടരും പോലെ അപ്പോസ്തലന്മാരുടെ മേൽ അഗ്നിയായി എഴുന്നള്ളി വന്ന അഭിഷേകം, സ്തുതിക്കും. കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ വ്യാപരിക്കുന്ന അഭിഷേകം. കാണുന്നല്ലോ അത്ഭുതങ്ങളും പവർ, പവർ. ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ പവർ, പവർ. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അഭിഷേകം, ചെറിയവരും വലിയവരും അറിവുള്ളവരും അറിവില്ലാത്തവരും അഭിഷേകം, സകലരും പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം, ദൈവശക്തി വളരട്ടെ. അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എല്ലാവരുടെ മേലും വ്യാപരിക്കണമേ. പ്രാർത്ഥിക്കാൻ കഴിവുള്ളവർ, പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്തവർ, സ്തുതിക്കാൻ കഴിവുള്ളവർ, സ്തുതിക്കാൻ കഴിവില്ലാത്തവർ, ദൈവാനുമുള്ളവർ, ദൈവാനും ഇല്ലാത്തവർ, ദൈവിക മേഖലകളിൽ കടന്നു വന്നിട്ടുള്ളവർ, ദൈവിക മേഖലയോട് അജ്ഞതയായിരിക്കുന്നവർ, പാപത്തിലിരിക്കുന്നവർ, വിശുദ്ധിയിരിക്കുന്നവർ, സകല ജനത്തിന്റെ മേലും അഭിഷേകത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവേ ഇപ്പോൾ കത്തി പടരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ നാഥനെ കാണുന്നിതാ, എത്ര മനോഹരമീ നിമിഷം. ശോഭയേറും ലില്ലിപ്പൂവായി എന്നാത്മവാടിയിൽ അവൻ വിരിഞ്ഞു. യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് വർഷിക്കുന്ന അത്യുന്നതമായ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുമ്പ്
ശ്ലീഹന്മാരുടെ മേൽ ഊതിക്കൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുവിൻ. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അത്ഭുത അഭിഷേകത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ചോദിക്കുന്ന ഏവനും പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നു. ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച്, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. ഓ റൂഹായെ, പെസഹിയോൻ ഊട്ടുശാലയിൽ പന്തക്കുസ്താ നാളിൽ പിളർന്ന അഗ്നിനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ മേൽ അഗ്നിനാളങ്ങളായി, തീജ്വാലയായി, 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 ഓ പരിശുദ്ധാത്മാവേ വരണമേ, വരണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇപ്പോൾ വരണമേ പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, കം കം ഹോളി സ്പിരിറ്റ്. എന്റെ പാപപ്പെട്ട ആത്മാവിൽ നിറയണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ. ദാഹത്തോടെ വിളിക്കുന്നു മക്കളെ, ദാഹത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. Holy Spirit, come down, come to us, mighty, mighty anointing, mighty power, mighty power. Come, come, come Holy Spirit. നിറയണമേ പരിശുദ്ധാത്മാവേ. ആർത്തരായ മക്കൾ, രോഗികളായ മക്കളിൽ, ക്ഷീണിതരായ മക്കളിൽ, ബലഹീനരായ മക്കളിൽ, പാപബന്ധനങ്ങളിൽ കിടക്കുന്നവരിൽ, രോഗപീഡയിരിക്കുന്നവരിൽ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവേ ശക്തിയോടെ ആവർത്തിക്കണമേ. ഏലിയായി നിറഞ്ഞ ആത്മാവേ, ഏലിശായി നിറഞ്ഞ ആത്മാവേ, ആത്മാവേ ഏലിയായി നിറഞ്ഞ ആത്മാവേ, ഏലിശായി നിറഞ്ഞ ആത്മാവേ, ശക്തി പടരണമേ. നിറഞ്ഞ ആത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ശക്തി കത്തി പടരണമേ. നിറഞ്ഞ ആത്മാവേ, ഞങ്ങളിൽ വന്നു പരിശുദ്ധാത്മാവേ റൂഹായേ വരണമേ, കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, ഓരോ മകനും, റൂഹായേ ഓരോ മകളും, വരണമേ, ഓരോ കുടുംബവും, അഭിഷേകം ചെയ്യണമേ, ഓരോ വംശവും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരണമേ, അഭിഷേകം ചെയ്യണമേ, അണയാത്ത ജ്വാലയാ ആത്മാവിൽ ജ്വലിക്കണമേ, ഇപ്പോൾ വരണമേ. അണയാത്ത ജ്വാലയാ ആത്മാവിൽ ജ്വലിക്കണമേ, ഇപ്പോൾ ഇറങ്ങി വരണമേ പരിശുദ്ധാത്മാവേ. സൃഷ്ടിയാക്കണമേ, പുതുജീവൻ നൽകണമേ, വ്യത്യാസപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. സൃഷ്ടിയാക്കണമേ, പുതുജീവൻ നൽകണമേ, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. റൂഹായേ Holy Spirit, വരണമേ, അഭിഷേകം ചെയ്യണമേ, റൂഹായേ വരണമേ, കരങ്ങൾ ഉയർത്തി, അഭിഷേകം ചെയ്യണമേ, സ്വരമുയർത്തി റൂഹായേ എല്ലാ മക്കളും ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ദാഹത്തോടെ വിളിക്കുക, ദാഹത്തോടെ വിളിക്കുക. അഭിഷേകത്തിന്റെ നിമിഷമാണിത്. സ്വർഗത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ അഗ്നി, അഭിഷേകത്തിന്റെ ആത്മാവ് കത്തി പടരട്ടെ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓർമ്മ ഇപ്പോൾ ഓരോ കുടുംബങ്ങളിൽ നിന്ന്, ഓരോ ഭവനങ്ങളിൽ നിന്ന്, ഓരോ ഇടങ്ങളിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ മകന്റെ മേലും, ഓരോ മകളുടെ മേലും അത്യുന്നത ശക്തിയായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ കത്തി പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന.
ആരാധന. പരിശുദ്ധാത്മാവേ, പാപവും ലോകവും മാടി വിളിക്കുമ്പോൾ വീഴാതെ നീ എന്നെ കാത്തിടണേ. പരിശുദ്ധാത്മാവേ, പാപവും ലോകവും പരിശുദ്ധാത്മാവേ, മാടി വിളിക്കുമ്പോൾ വീഴാതെ നീ എന്നെ കാത്തിടണേ. ആത്മാവിനാലെ നയിച്ചിടണേ. പരിശുദ്ധാത്മാവേ, ആത്മീയ ജീവൻ നിറയ്ക്കണമേ. ആത്മാവിനാലെ നയിച്ചിടണേ. ഹോളി സ്പിരിറ്റ്, ആത്മീയ ജീവൻ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. കൃപയായി നീ എന്നിൽ നിറയണമേ. എൻ്റെ സ്ഥലം ചൊവ്വനൂര്, കുന്നമള അടുത്ത ചൊവ്വനൂര്. എൻ്റെ പേര് കുഞ്ഞുമ്മു. എനിക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ നന്നായി നെഞ്ഞുവേദന ഉണ്ടായിരുന്നു. ഇവിടെ വന്നു പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അച്ഛന്റെ സ്തുതിപ്പിന്റെ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു തണുത്ത കാറ്റിന്റെ നെഞ്ഞിന്റെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ എന്തോ ഒരു സാധനം എന്റെ നെഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയതായി എനിക്ക് തോന്നി. പിന്നെ എനിക്ക് 10 കൊല്ലമായി. ഇപ്പൊ നെഞ്ചുവേദനയുണ്ടോ? ഇപ്പൊ നെഞ്ഞുവേദന ഇല്ല, എല്ലാം പോയി. എല്ലാം പോയി. എത്ര വർഷമായിട്ടുള്ളതാണ്? 3 കൊല്ലം. 3 വർഷമായുള്ള നെഞ്ചുവേദന സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തണുത്ത കാറ്റടിക്കുന്ന പോലെ അനുഭവം ഉണ്ടായി. അപ്പോൾ നെഞ്ചിൽ നിന്ന് എന്തോ സാധനം അവിടെ ഇറങ്ങിപ്പോയി. പിന്നെ ഇന്ന് വരാൻ നെഞ്ചുവേദന ഈ സഹോദരിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. 10 കൊല്ലമായി എനിക്ക് ഇടത്തെ ചെവി കേൾക്കാതെയായിട്ട്. ഞാൻ ഡോക്ടറെ കൊണ്ട് പരിശോധിച്ചു നോക്കിയപ്പോ ചെവിന്റെ ഉള്ളിലൊരു പാട പൊട്ടി. ഇനി നിങ്ങൾക്ക് ചെവി കേൾക്കയില്ലെന്ന് ഡോക്ടർ വിജയിച്ചു. അപ്പൊ എന്റെ ഉള്ളിലൊരു മനസ്സിൽ എന്റെ യേശുവിന് എനിക്ക് ചെവി കേൾപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്ക് ഈ അട്ടപ്പാടി ഈ സിയോനിലേക്ക് വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് കർത്താവിനോട് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എനിക്കത് സാധിച്ചു തന്നു. പിന്നെ അച്ഛന്റെ സ്തുതിപ്പ് എന്തോ ഒരു ദിവ്യശക്തി എന്റെ കാലിൽ നിന്ന് ഇങ്ങനെ കേറിയതായിട്ട് എനിക്ക് തോന്നി. ഞാൻ നന്നായി സ്തുതിച്ചു. ചെവി എങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്? 10 കൊല്ലായി. 10 വർഷമായി കേൾവിയില്ലാതിരുന്ന ചെവി, ഇടത്തെ ചെവി കേൾവിയില്ലാതിരുന്ന ഇടത്തെ ചെവി എപ്പോഴാ കേൾവി കിട്ടിയത്? ഈ ഇവിടെ വന്ന് തൈലം വെഞ്ചരിച്ച തൈലം ചെവിയിൽ ഒഴിച്ച് പ്രാർത്ഥിച്ചപ്പോൾ 10 വർഷമായി കേൾവിയില്ലാതിരുന്ന ഇടത്തെ ചെവി അത്ഭുതകരമായി കർത്താവ് സുഖപ്പെടുത്തി. ഇപ്പൊ ഞങ്ങൾ പറയണത് കേൾക്കുന്നുണ്ടോ? നന്നായി കേൾക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കൈയ്യടി ഈശോയെ മഹത്വപ്പെടുത്താം. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ.